ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു പരിധിയില്ലേ, അങ്ങനെ അതിരു കടന്ന് ആദില അനീഷിൻ്റെ എതിരെ എത്തിയിരിക്കുകയാണ്. ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന് അനീഷ് വല്ലതും ആദിലെ പറഞ്ഞു പോയ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ നഷ്ടം അനീഷിന് മാത്രമായിരിക്കും. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈവിൽ നടക്കാൻ പോകുന്ന വലിയൊരു വഴക്കാണ് കേട്ടോ. വഴക്ക് നടക്കുന്നത് അനീഷും ആദിലയും തമ്മിലാണ്. ആദില ബെഡ്റൂമിൽ കിടക്കാണ്. അനു നൂറയും ആദിലയും കൂടി ബെഡ്റൂമിൽ നിന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് കളിച്ച് കിടക്കാണ്. ആ സമയത്ത് അനീഷ് വന്ന് ആദിലയെടുത്ത് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരു ടീമിലാണല്ലോ, വെസലിലാണ്. അനീഷ് വന്ന് ആദിലയെ വിളിക്കുകയാണ് പാത്രം കഴുകാൻ. അപ്പോൾ ആദില വരില്ല എന്ന് പറഞ്ഞു. താൻ പോടോ, ഞാൻ വരില്ല എന്ന്. അപ്പോൾ അനീഷ് വീണ്ടും ആദിലടുത്ത് പറയുന്നുണ്ട് ഡ്യൂട്ടി ചെയ്യണം, വരുമെന്ന്. അപ്പോൾ അതിൽ പറയാണ് ഇല്ല ഞാൻ ശരി വരില്ല അല്ലേ, എന്നാൽ വരണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പോയി പാത്രം കഴുകാനായിട്ട് പോകുന്നു. ഇതിനിടയിൽ അനീഷ് ഒന്നും അതിലിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് പറയുന്നതായിട്ട് പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. നമുക്ക് ലൈവിൽ വരുമ്പോൾ അറിയാം അതെന്താ സംഭവം എന്നുള്ളത്. എന്നാൽ അവിടുത്തെ ആ ഒരു എല്ലാവരുടെ മുഖഭാവമൊക്കെ നോക്കുമ്പോൾ അനീഷ് അവിടെ ആദിലെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഓക്കെ, ചെയ്യാൻ പറ്റില്ലെങ്കിൽ ശരി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അനീഷ് പോയി വെസലിൽ പോയി അവിടെ കഴുകുക. ഈ സമയത്ത് ആദില ദേഷ്യത്തിൽ ഇറങ്ങി വന്ന് അനീഷിന്റെ പില്ലോ എടുത്ത് വലിച്ചെറിയുന്നു, അനീഷിന്റെ ബ്ലാങ്കറ്റ് എടുത്ത് വലിച്ചെറിയുന്നു. എന്താണ് ആദില ചെയ്യുന്നതെന്ന് ആദിലക്ക് തന്നെ ഒരു ബോധമില്ല. നൂറ വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആദില വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ നൂറ എടുത്തു കൊണ്ടുപോയി ബെഡിൽ തന്നെ വെക്കുന്നു. ബെഡ്റൂമിലുള്ള അനീഷിന്റെ പില്ലോ എടുത്തിട്ട് ലിവിങ് ഏരിയയിൽ കൊണ്ടുപോയി വലിച്ചെറിയുന്നു. എങ്ങനെയൊക്കെ അനീഷിനെ പ്രൊവോക്ക് ചെയ്യാം എന്നുള്ളത് മാക്സിമം ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോവാണ്. അനീഷ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. അനീഷിന്റെ കയ്യിൽ നിന്ന് പാത്രമോ സ്പൂണോ എന്തൊക്കെയോ അനീഷിന്റെ കയ്യിൽ നിന്ന് ഈ പാത്രമൊക്കെ വലിച്ചെടുത്തിട്ട് വലിച്ചെറിയുന്നു. കിച്ചണിൽ വെള്ളം എടുത്ത് അനീഷിന്റെ മുഖത്തേക്ക് ചീറ്റുന്നു. എന്താണ് ആദില ചെയ്യുന്നതെന്ന് ആദിലക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല. അത്തരത്തിലാണ് ആദില ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനീഷിനെ മാക്സിമം പ്രൊവോക്ക്. അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അനീഷ് അതിലൂടെ മുഖത്തിനെ നോക്കി മാറി നിൽക്കുകയാണ്. ഒന്നും പറയാനോ ഒന്നും നിൽക്കുന്നില്ല. അനീഷ് കൈ കെട്ടിയാൽ നിൽക്കുന്ന ഒരു പക്ഷേ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും അനീഷിൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയാലും കുഴപ്പമില്ല, അനീഷ് പുറത്തു പോകണം. അതിന് വേണ്ടിയിട്ടുള്ള പരമാവധി അതിലവിടെ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്ത് ഒരു അടി കിട്ടിയാലും കുഴപ്പമില്ല. അനീഷ് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പം അനീഷ് പുറത്തു പോകണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അതിലയുടെ ലക്ഷ്യം. അങ്ങനെ വോട്ടിങ്ങിൽ ഇട്ടാലൊന്നും അനീഷ് പോവില്ല. അപ്പം ഇത്തരത്തിലോ ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഒരു അടി കിട്ടിയാലും കുഴപ്പമില്ല, അനീഷ് പുറത്തേക്ക് പോകാൻ ഇതാൾ വഴി, അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നതായിരിക്കാം. എന്താണെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി കണ്ട അനീഷ് ഇത് കൈ കെട്ടി നിൽക്കുന്നുണ്ട്. അതിലെടുത്ത് കൂടുതൽ കളിക്കാനായിട്ട് പോകുന്നില്ല. ഇന്നലെ തന്നെ അനീഷ് പറഞ്ഞു എന്ത് വെള്ളം ചെയ്തോ, ഞാൻ വരുന്നില്ല, നിങ്ങൾ എന്താ ചെയ്തോ, എന്തിനാ അതിൽ അവോയ്ഡ് ചെയ്ത് വിടുന്ന അനീഷാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ലൈവിൽ അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ അതിൽ അനീഷിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് അനീഷിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ അനീഷിന് പോസിറ്റീവും അതിലേക്ക് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ലൈവിൽ നടക്കും. രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ റിയാസ് വന്ന് പോയപ്പോൾ തുടങ്ങിയതാണ് ആദിലക്ക്. നൂറയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ ഒരു കൊട്ട് കിട്ടിയപ്പോൾ നൂറൊന്നും അടങ്ങി. ആദിലക്ക് റിയാസ് വന്ന് പോയപ്പോൾ മുതൽ തുടങ്ങിയതാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്താ പറയുക, ലക്ഷ്മി പറഞ്ഞത് ഇപ്പോൾ സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ആദിലയുടെ ഓരോ കാര്യങ്ങൾ. ലാലേട്ടൻ വരുന്ന ദിവസം ആദിലയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതെന്തായാലും ലാലേട്ടൻ ചോദിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.